ഹലോ ഹലോ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറേ നാളായിട്ട് സംസാരിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ച് ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്. സംഭവം ഈ രാഷ്ട്രീയ ആശയങ്ങളെ ഇമോഷണലായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. അത് ഈ അണികളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നേതാക്കന്മാരിൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് അലയൻസ് ആണ് മുഖ്യം, അവർക്ക് ഭരണം പിടിക്കണം ഏത് വിധേനെ. പക്ഷേ ഈ അണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവര് ഭയങ്കര ഇമോഷണലായിട്ട് കാര്യങ്ങളെ നോക്കി കാണുന്നവരാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, ഞാനാണെങ്കിൽ പുള്ളിക്കാരി ഒരു ലെഫ്റ്റിസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ റൈറ്റ് വിങ് ഐഡിയോളജി ഉള്ള ആളാണെന്ന് നമുക്കറിയാം. അപ്പം അവൾ എന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് താറ്റിയ രീതിയിൽ സംസാരിച്ചു. അപ്പം അത് അവൾക്ക് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അവൾ ഭയങ്കര ഇമോഷണലായിട്ട് കരുതുന്ന ഒരു സംഭവമാണ് രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഐഡിയോളജി. സത്യം പറഞ്ഞാൽ ഈ ഐഡിയോളജീസ് എല്ലാം കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ LDF ആണെങ്കിലും UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP എന്നുള്ള പാർട്ടി, NDA ആണെങ്കിലും SDP ആണെങ്കിലും അവർക്കെല്ലാം എന്താണ്, അവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ഭരണം പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. പ്രശ്നങ്ങൾ ജനറേറ്റ് ചെയ്ത് അതിനൊരു പോംവഴി അവർ കണ്ടുപിടിക്കും. അങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയത്തിനെ കാണേണ്ടത്. കാരണം ഇതൊരു ഇമോഷണലി കാണേണ്ട ഒരു സാധനമല്ല. വളരെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾ പെരുമാറേണ്ടത്. തോൽവി ഓക്കെ, തോറ്റു, ഒരു പാർട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ അവർ എക്കാലം തോറ്റ് കിടക്കാൻ പോണില്ല. അല്ലെങ്കിൽ ഇപ്പൊ ജയിച്ച പാർട്ടി എക്കാലവും ഭരണത്തിരിക്കാൻ പറ്റില്ല. അത് ഡെമോക്രസിയിൽ പോസിബിൾ അല്ല. ആർക്കും ഡെമോക്രസിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, ആർക്കും ഭരണം പിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഉള്ളത്. അപ്പോൾ നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആശയങ്ങളെ ഇമോഷണലാക്കി എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഇമോഷനേ അല്ല, അത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ കാര്യങ്ങളെ കാണേണ്ട ഒരു സംഭവമാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും പല 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 രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടാവും, ആനുകൂല്യങ്ങൾ, അതായത് നമ്മൾ അനുകൂലിക്കുന്ന രീതികൾ ഉണ്ടാവും, നേതാക്കന്മാരോടുള്ള വ്യക്തി ആരാധന ഉണ്ടാവും. ഇതൊക്കെ ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെക്കുക. അതിനെ ഇമോഷനായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പ്ലിറ്റപ്പുകൾ വരും, ആളുകൾ തമ്മിലുള്ള വൈരാഗ്യം കൂടും. അത് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട്, രാഷ്ട്രീയ കൊലപാതകം അങ്ങനെ സംഭവിക്കുന്നതാണ്. നേതാക്കന്മാര് വിലാപ യാത്ര നടക്കും, അല്ലെങ്കിൽ ഒരു അനുശോചനം നടത്തും. അതോടുകൂടി അവർ അടുത്ത ഇലക്ഷന് വേണ്ടി ഭരണം എങ്ങനെ പിടിക്കാമെന്നുള്ള തത്രപ്പാടിലാണ്. നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ വേണം. അത് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ മാത്രമായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യത്തിലും ഇടപെടുകയും വേണം. പക്ഷെ അതിനെ ഒരിക്കലും